വാതിൽ മുതലടയ്ക്കാൻ പറ്റുള്ളൂ. യൂട്യൂബേഴ്സ് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. നമുക്ക് ജീവിതകാലം മൊത്തം കാണാതാണ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാലടിച്ചോട്ടാ. ഉമ്മറത്തെ വാലടിച്ചോളോ. വലുത് വളരെ ചേരട്ടെ മോളെ. പറ്റില്ല. കിണ്ടി പോ അല്ല അങ്ങനെ ഈ അടുപ്പ് കത്തിച്ചു വേഗം. അവിടെ ചകിരിയൊക്കെ എവിടെയാ? ഓക്കെ സെറ്റ്. പാല് വാങ്ങിച്ചു വെച്ചോ. അതെ മറ്റേ അഡ്ജസ്റ്റ് ചെയ്യുന്ന മൂടിയെടുക്ക് അല്ല അത് വെച്ചോ. അത് കത്തിക്കോളൂ. കർപ്പൂരം ടെൻഷൻ വേണ്ട. നോക്കൂ ടെൻഷൻ. എവിടെ ഞങ്ങളുടെ പാല് കാച്ചൽ ഇതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്യും. കിഴക്കേ ഭാഗത്തുള്ള ദേവിനഗറിന്റെ എല്ലാ പരിപാടികളും ഇവിടെ നിന്നായിരിക്കും എന്നാണ് നിന്റെ ആര് തീരുമാനമായി? നിന്റെ അല്ല അവളാര് തീരുമാനമായിരുന്നു. അമ്മൂനൊന്നും കൊണ്ടിട്ടില്ല. ഇന്നലെ വിളിച്ചു അല്ലേ? അമ്മ പറഞ്ഞു തുമ്പ് മറ്റോടത്ത് അവനെ ശേഷം നോക്കിക്കോ. ഒന്ന് പൊന്നിച്ച് തീ ഒന്ന് പൊന്നിച്ചു കൊടുത്തേ. വന്ന് തിളച്ച് ഞാണ്ട തിളച്ച്.
പോട്ടെ 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 പൊക്കോട്ടെ പൊക്കോട്ടെ പൊക്കോട്ടെ. കത്തിച്ചോട്ടാ. പാല് തിളക്കലൊന്നും മോശമില്ല. ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഒന്നിച്ചൊന്ന് നല്ലത് ശാസ്ത്രം. അതെ സെറ്റായി. കൊണ്ടുവന്ന ചേട്ടത്തി ഇവിടെ നിൽക്കോ? ഞാനീ ഭാര്യഭർത്താവ് അവിടെ നോക്കൂ. ഭാര്യഭർത്താവ് അവിടെ നോക്കൂ. ഹാപ്പി അല്ലേ ഗൈസ്? അതെ. തക്കുട് കൂടെ നോക്കൂ. ഇവിടെ നോക്കൂ. തക്കുട് കരഞ്ഞ ഒരുപാട് വൈകിട്ടാണ് ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടോ. എൻ്റെ അനിയൻ്റെ വീട് പാർക്കലാണ് അനിയത്തിയുടെയും അനിയൻ്റെയും ഭയങ്കര വലിയൊരു സ്വപ്നം. അത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ നെയിം റിവീലിംഗ് ആണ് കേട്ടോ. ശോഭനം, തക്കുടിൻ്റെ അമ്മയുടെ പേരാണ്. ശോഭ എന്നാണ് പേര് മേമ്മയുടെ. മേമ്മ ഇന്ന് ഈ ലോകത്തില്ല കേട്ടോ. അവൻ ആ ഒരു പാല് തിളച്ച് വരുന്ന സമയത്തും കരഞ്ഞത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ അമ്മേനെ ഇത്രയധികം നോക്കിയിട്ടുള്ളത്, അമ്മേനെ ഇത്രയധികം വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ നോക്കിയിട്ടുള്ളത് അത്രയ്ക്കും വലിയൊരു രീതിയിലാണ് കേട്ടോ. അതാർക്കും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കാലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ശ്രീമോളും കൂടിയിട്ട് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വിളിച്ച ഗസ്റ്റുകളും എല്ലാവരും വന്നിട്ടുണ്ട്. വീട്ടിൽ നിറയെ ശബ്ദമാണ്, അതുകൊണ്ടാണ് ടൈം മ്യൂട്ടാക്കണത്. നമ്മുടെ കുഞ്ഞു പെണ്ണ് കരയുന്നത് വെറുതെയാണ് കേട്ടോ. ഭയങ്കര വാശിയാണ് അവൾക്ക്. അമ്മയുടെ മേത്തുനിന്ന് ഇറങ്ങില്ല. ആ പെൺകുട്ടി എടുത്തുകൊണ്ട് നടന്നിട്ട് അതിൻ്റെ ഉപ്പാട് ഇളകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ നിലത്ത് വെച്ചപ്പോൾ എടുത്തതാണ് വീഡിയോ. കാരണം അവൾ വലുതാവുമ്പോൾ അത് കാണിച്ചു കൊടുക്കണം. അമ്മേനെ അത്രയ്ക്ക് അധികമായിട്ട് ക്രൂശിക്കുന്നുണ്ട് മൂപ്പരാൾ. വേറെ ആളെ കയ്യിൽ പോവില്ല. നമ്മളെങ്ങാനും കാണാണ്ട് കൊണ്ട് ഓടിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഉണ്ടാവും കരച്ചിൽ. പിന്നെ കുറച്ച് നേരം എങ്ങാനും മാറും, പിന്നെ വീണ്ടും തുടങ്ങും കരച്ചിൽ. അങ്ങനെയാണ് കേട്ടോ. ശ്രീമോൾക്ക് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അധികം കുഞ്ഞിപ്പെണ്ണിങ്ങനെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. ശരിക്കും അതൊരു ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ നമുക്കും ഉണ്ടല്ലോ അല്ലേ കുറച്ചൊക്കെ ഒന്ന് ആരോഗ്യം എന്നുള്ള സംഭവം. ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ, ലോക്കായ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഇത്തിരി ഇടയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇന്നലത്തെ ഹായ്, ഇത് ഇന്നത്തെ ഹായ്, ഇന്നത്തെ ഹായ്. ഇതാണ് അമ്മമ്മ, മേമയുടെ അമ്മീന് കേട്ടോ. ഇത് നേരത്തെ കാണിച്ചത് മേമയുടെ അനിയത്തിയാണ്. ഇത് മേമയുടെ ആങ്ങളയുടെ ഭാര്യയാണ് കേട്ടോ. ഇവിടെ അവർ കുറേ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. ഈ പിന്തിരിഞ്ഞ് നിൽക്കുന്നതും മേമയുടെ അനിയത്തിയാണ്. ഇപ്പം നേരത്തെ കാണിച്ച ഒരു പച്ച ബ്ലൗസ് ഇട്ടതും മേമയുടെ ചേച്ചിയാണ് കേട്ടോ. നമ്മുടെ വീട്ടുകാരെല്ലാവരും ഉണ്ട്, അയൽവക്കക്കാരെല്ലാവരും ഉണ്ട്. തക്കുടും സച്ചുവിനും ഈ ലോകം മൊത്തം ഫ്രണ്ട്സാന്ന് പറഞ്ഞ രീതിയിലാണ് കേട്ടോ. ഇവരറിയാത്തവരാരും ഉണ്ടായിരിക്കില്ല. കാരണം എല്ലാ വീടുകളിലും പോകും, എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് കേട്ടോ. മാമ ഒന്ന് വർത്താനം പറഞ്ഞേ, പറ. പണ്ടത്തെ മറ്റേ ഡയലോഗ് പറയും, കോഴി പറ 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 പ്ലീസ് പറ. അത് പറയേ. അത് വേണ്ട, അത് എവിടെ പറഞ്ഞാൽ ഞാനല്ല പോയത്. മാമ മറ്റേ കോഴിയുടെ കാര്യം പറ. മാമ കോഴിന്ന് ഇപ്പൊ മറ്റേ കോഴിനെ പറഞ്ഞത് നശിപ്പിച്ച് കോഴിയൊക്കെ. ഇതെൻ്റെ മേമയാണ് കേട്ടോ, സരള മേമയാണ്. നമ്മുടെ വിപ്പിയുടെ അമ്മയാണ് കേട്ടോ. മേമ മറാഠിയാണ്. പാപ്പൻ പ്രേമിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. മേമയ്ക്ക് പണ്ടൊന്നും മലയാളം അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, നല്ല രസമാണെന്ന് ആൾ പറയണേക്കെ. കോഴി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഞാനതിപ്പോൾ പറയാൻ പറഞ്ഞപ്പോൾ മുമ്പാൾ കറക്റ്റ് പഠിച്ച് വെച്ചിട്ടുണ്ട് കോഴി എന്നൊക്കെ. ഇപ്പം നമ്മളെക്കാട്ടും നന്നായിട്ട് മലയാളം നന്നായിട്ട് സംസാരിക്കും. ചപ്പാത്തി പറ്റിച്ച പോലെ ഉണ്ട്. ഓക്കെ എടുത്തോ. ഈ വ്ളോഗ് ഇടാനല്ലേ വിളിച്ചോണ്ടേ കേട്ടാ. വിളിച്ചോണ്ടിട്ട് വ്ളോഗ് ഇടിപ്പിക്കണ് അല്ല. നല്ല കുട്ടി ഇങ്ങനെ വേണം പിള്ളേരായാല്. ആ ചിലർ ഇങ്ങനെ മുഖമൊക്കെ പൊത്തും. ഈ ദുഷ്ടത്തെ ആദ്യം ഇങ്ങനെ എഴുതും. കുഴപ്പമില്ല. അതിൻ്റെ ഇവിടെ നല്ല കുട്ടിയാണ്. എടുത്തോടുത്തോടുത്തോടുത്തോ. അമ്മ അങ്ങോട്ട് നോക്ക്. അത് അടി നിങ്ങളാരും ഇല്ല. അവളെ ഒറ്റയ്ക്ക് എടുക്കാൻ വേണ്ടി വന്നതാ. അവിടേക്ക് അമ്മ എന്നെ മാത്രം നോക്കുന്നുള്ളൂ. ഓക്കെ സെറ്റ്.
അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആൾ അടിപൊളിയായിട്ട് നമ്മുടെ വീട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയുകയും ചെയ്തു. വീട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. എന്താ പറയുക, ചെറിയൊരു വീട്, അത് നല്ലൊരു രീതിയിൽ തന്നെ അവർ പണി കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് ഗണപതി ഹോമം കഴിഞ്ഞുകൊണ്ട് തന്നെ നോണൊന്നും കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പരിപാടി വെക്കണേന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണിയോ അല്ലെങ്കിൽ നോൺ എന്തെങ്കിലുമൊക്കെ ആക്കാം കേട്ടോ. പക്ഷെ ഇന്ന് ഗണപതി ഹോമം കഴിഞ്ഞുകൊണ്ട് നമുക്ക് സദ്യയാണ് വീട്ടിൽ. ഇതിലെനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കുറേ പേരെ പരിചയപ്പെടുത്തി തരാൻ പറ്റിയിട്ടില്ല. കാരണം സ്റ്റെപ്പൊക്കെ അത്യാവശ്യത്തിന് ഇന്നും കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഡിസ്കിൻ്റെ പെയിൻ നന്നായിട്ട് ഇളകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ റെസ്റ്റിലുണ്ടായിരുന്നു. ശ്രീമോൾക്ക് പിന്നെ ഉണ്ണിമേത്തുനിന്ന് ഇറങ്ങാത്ത കാരണം അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റിനെ ഓടി നടന്ന് ഇന്നത്തെ ദിവസം മട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ കിടപ്പിലായി. കാരണം എനിക്ക് ബാക്ക് പെയിൻ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ പെയിൻ കില്ലർ ഒരെണ്ണെടുത്ത് കഴിച്ചു. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഏട്ടൻ തന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അത് കഴിച്ചപ്പോഴാണ് പിന്നെ എനിക്കൊരു സമാധാനം കിട്ടിയത്. കാരണം നടക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായ ഒരവസ്ഥ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണല്ലേ. പക്ഷേ എനിക്ക് അങ്ങനെ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. 4 മണിയൊക്കെ ആയപ്പോൾ ഞാനും ശ്രീമോളും കൂടെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ജസ്റ്റിനയുടെ വീട്ടുകാരൻ തന്നെയാണ് കംപ്ലീറ്റ് നമ്മൾ ആളെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഒരു അക്കടി പറ്റിയിട്ടുണ്ടായിരുന്നത്. ആളെ വെക്കുന്ന ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് എന്താ പറയുക, ബാക്കിയുള്ള പാത്രങ്ങളും സദ്യ കൊണ്ടുവന്നതൊക്കെ കഴുകാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നില്ലേ. പിന്നെ ക്ലീനിങ് ഉണ്ടാവും, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവൾ അമ്മയും അച്ഛനൊക്കെ കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. തലേദിവസം ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ആവണ രീതിയിൽ കാര്യം വലിയ മലമറിക്കുന്ന പണിയൊന്നും അല്ലെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിൽ നിന്നുകൊണ്ട് എന്നെക്കൊണ്ടാവണ രീതിയിലൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിറ്റേ ദിവസത്തേക്ക് എനിക്ക് കുറേ സ്റ്റെപ്പ് ഞാൻ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, പ്രസാദം കൊടുക്കാനും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക്, ഞാൻ അങ്ങനെ സ്റ്റെപ്പ് വല്ലാണ്ട് കയറുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഈ ബാക്ക് പെയിൻ ഇങ്ങനെ ഇളകിയത്. എന്നാലും കുഴപ്പമില്ല. ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് തക്കുടിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. അല്ല, പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ ഒരു ഞണ്ട് വന്നിട്ട്, ഞണ്ടിൻ്റെ കുട്ടി ചിലപ്പോൾ കുളത്തിൽ നിന്ന് വന്നതായിരിക്കും. അപ്പോൾ അത് അതിനെ പിടിച്ചിട്ട് തിരിച്ച് നമ്മുടെ കുളത്തിലേക്ക് തന്നെ കൊണ്ടുപോയി ഇടണം കേട്ടോ. അതിന് ഒരു ഇറുക്കാങ്കാലുള്ള ഒരു തൊടുമ്പളിക്ക് ഇറുക്കാങ്കാലിൽ ഇങ്ങനെ പൊന്തിച്ചിട്ട് കടിക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പം 3 പേരും കൂടിയിട്ട് തിരിച്ച് അതിനെ കുളത്തിൽ തന്നെ കൊണ്ടുപോയി ഇട്ടുണ്ട് കേട്ടോ. വളരും, ഞണ്ടിൻ്റെ കാല് വീണ്ടും വളർന്നു വരും. അക്കോ ഹായ് ഹായ് പറ, ഹായ് ഹായ്. പോവാ വായോ, എവിടെ പോണു? അപ്പോൾ തക്കുടും ജസ്റ്റിനും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഗിഫ്റ്റുകൾ ഓപ്പൺ ആക്കാന്ന് പറഞ്ഞിട്ട്. കുറച്ച് അവർ പൊട്ടിച്ചിട്ടുണ്ട്, ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അൺബോക്സിങ് ചെയ്യാമല്ലോ നമ്മുടെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ. കുറേ നല്ല നല്ല ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കോമഡി ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ വേറെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഗണപതിയാണ്. ആരൊക്കെ തന്നതെന്നൊന്നും എനിക്കങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല. ഇതിനിടയിൽ നിങ്ങൾക്ക് വല്ലവരും കേക്ക് ഉണ്ടാച്ചൊക്കെ കേക്കാട്ടോ, അത്രയേ ഉള്ളൂ. ഞാൻ സ്റ്റാൻഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്റ്റാൻഡിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. എനിക്ക് പായുമ്പോൾ എടുത്താന്ന് കേട്ടോ. അമ്മൂട്ടി വന്നില്ല, അമ്മൂട്ടി പഠിക്കാനിരിക്കായിരുന്നു പരീക്ഷ ആയതുകൊണ്ട്. ബിരിയാണി മാത്രമല്ല ബാക്കി ഉണ്ടാക്കില്ലേ. എന്തായാലും കിട്ടിയ ഗിഫ്റ്റൊക്കെ വളരെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ. കാരണം റൈസ് കുക്കർ, ഫാന്, പിന്നെന്തായിരുന്നു ഇത് നമ്മുടെ എന്താ പറയുക, ഇതിന് ശരിയായി എപ്പോഴും പേര് ഇതിൻ്റെ മറക്കും. എയർ ഫ്രയർ ഒക്കെ നല്ല റേറ്റുള്ള സംഭവമാണ് കേട്ടോ. നമ്മൾ ഇതിന് ശേഷം നന്ദലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇൻവെർട്ടർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ 10, 35,000, 25,000, 35,000 ആ ഒരു റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയാണ്. 2 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോറ് വെക്കി തലേദിവസം വെച്ചിട്ട് വെക്കുന്ന സംഭവമില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ കോമഡി എന്താണെന്ന് വെച്ചാൽ ജസ്ന ലുലു മാളിൽ നിന്ന് 3 സെറ്റ് കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഉണ്ട്.
അത് കൂടാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 6 or 7 കുക്കർ വേറെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യില്ല, ലേലം വിളിക്കാൻ വെച്ചോളാൻ പറഞ്ഞു എല്ലാവരും കൂടിയിട്ട്, അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിൽ നിരത്തി വെച്ചിട്ട് കച്ചവടം ചെയ്തോളാൻ പറഞ്ഞു. കാരണം അത്രയ്ക്കധികം ഉണ്ടല്ലോ, നമുക്ക് അത്രയ്ക്കധികം ആവശ്യമില്ലല്ലോ. പിന്നെ തക്കോട് പറഞ്ഞു അവൻ എന്തോ അത് വേറെ രീതിയിൽ അത് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമുക്ക് ആളെ കിട്ടുന്ന വെച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ ഇത്രയധികം സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വിട്ട് വേസ്റ്റ് ആയി പോകുള്ളൂ. കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ വാഷറൊക്കെ ഇരുന്ന് കേടായി പോകുമല്ലോ. അപ്പോൾ എന്തായാലും അത് ചിലവായിട്ടുണ്ട് എന്തായാലും. ബ്ലാക്ക് ചിലപ്പോൾ ശ്രീമോളേശിനെ അടുത്ത് കൊല്ലാൻ വേണ്ടി എന്നെ അൺബോക്സിംഗ് വിളിച്ചില്ല. മിക്സി അതെ മിക്സി ബാക്കിയൊന്നും ഉപയോഗിക്കാറില്ല. ഗ്ലാസ് ഒക്കെ ഇപ്പൊ തന്നെ എടുത്തോട്ടോ, അല്ലെങ്കിൽ ഇത് പ്ലേറ്റ്. എന്റെ ഗുരുവായൂരപ്പോ നല്ല പ്ലേറ്റ്. ആ നമുക്ക് എനിക്ക് എല്ലാ വിശേഷങ്ങളും ഹായ് ഹായ്. നല്ല കൃഷ്ണൻ, നല്ല കൃഷ്ണൻ, കുഞ്ഞു കൃഷ്ണൻ. ഒരു ഫോട്ടോ എടുത്തല്ലോ നമുക്ക്. ഇതാ നോക്കട്ടെ. അക്കുതൊക്കെ ആര്യൻ എവിടെന്ന്? ഇത് വാട്ടർ പ്യൂരിഫയർ. എന്തുട്ടാ വാട്ടറിന്റെ? വാട്ടർ പ്യൂരിഫയർ പൊട്ടിക്കേണ്ട. ഇതെന്തിനാ? മറ്റേ ഫിൽറ്റർ വെള്ളത്തിന്റെ ഫിൽറ്റർ. ആ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ഇത് പാത്രം, ഡപ്പ. ടപ്പ ടപ്പ. ഇത് വേറെ മിക്സി, മിസ്കി. മിസ്കി. അപ്പോൾ ഇത് ഏതാ കളർ നോക്കട്ടെ, പൊട്ടിച്ചിട്ടുണ്ടോ കേട്ടോ. ഇതിൻ്റെ മിസ്കി. ഇത് സാധാരണ നമ്മുടെ സ്റ്റീലിന്റെ ജാറിന് ചെറുതല്ലേ? ചെറുതല്ല, വലുതുണ്ട്. മൂന്നെണ്ണുണ്ടല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷെ നമ്മളധികം യൂസ് ചെയ്യാറില്ലല്ലോ. മറ്റേ പച്ചമുളക് കരിക്കുന്നത്, പച്ചമുളക് നമ്മുടെ ഉണങ്ങിയത്. എനിക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായി. ആ പൊട്ടിച്ച് അവിടെ ഇരിക്കേ. ആ സ്റ്റാൻഡ് മാറ്റി അക്കു ആ സ്റ്റാൻഡ് ആൻറ്റിക്ക് കാട്ട്. ആ ഇനി ഓക്കെ. ഇനി കുട്ടിയത് പൊട്ടി ഓരോന്ന് ചേച്ചിക്ക് എടുത്തു കൊടുക്കട്ടാ. ആ മറ്റേ ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് പൊട്ടിക്കാട്ടാ. ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ല മോളെ. പാത്രം വേണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി. വല്യമ്മ കോക്കോളയാ ഒന്നും തുറക്കാൻ പറ്റില്ലടാ ഉണ്ണിയെ. അയ്യോ അവിടെ പൊളിച്ചത്. പൊളിക്കണ്ട. ഇതേ ഗ്ലാസിന്റെ സെറ്റിന് കേട്ടാ. ഇത് അക്കൂന് ജ്യൂസ് കുടിക്കാനുള്ള ഗ്ലാസ്സിന് കേട്ടാ. ഓക്കെ. പേരില്ല എടുക്കോട്ടെ. അക്കു പൊട്ടിച്ചോ? അതിലോ പൊട്ടിച്ചു. ആ ഇല്ല, അത് മറ്റേ ഫ്രണ്ടിൽ വെക്കണ ക്യാമറ. നോക്കട്ടെ ആന്റി നോക്കട്ടെ. വിഷയം CCTV ക്യാമറ. അക്കു ഓടുന്നുണ്ടോന്ന് അമ്മയ്ക്ക് അറിയാൻ വേണ്ടിയുള്ള വഴിയാണിത്. ഇങ്ങോട്ട് കൊണ്ടുപോയാ നോക്കട്ടെ. ആ നോക്കട്ടെ ആന്റി നോക്കട്ടെ. അത് അക്കൂനെ നോക്കാനുള്ളതാണ് കേട്ടോ. അക്കൂനെ നിരീക്ഷണം നല്ലതാ. കോമഡി എന്ന് പറഞ്ഞ സംഭവം ഇതായിരുന്നു കേട്ടോ. ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ചോദിച്ചു CCTV ക്യാമറ ഫിറ്റ് ചെയ്തോന്ന്. അപ്പോഴാണ് തക്കോട് പറഞ്ഞത് അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു കോമഡി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ബോക്സുകൾ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയല്ലോ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നമ്മൾ നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ചിലവരിങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ, വേറെ ബോക്സിൽ വേറെ സംഭവമായിട്ട് ബാക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതാണ് ഒരു ചെറിയൊരു കോമഡി ആയിട്ട്. കാരണം നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയായിരുന്നു. CCTV ക്യാമറയൊക്കെ ഇങ്ങനെ ആൾക്കാർ ഗിഫ്റ്റ് ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പറയണ്ടല്ലോ, വിളക്കൊന്നറിയും പറയും അങ്ങനെയൊക്കെ ഇല്ലേ, ആ ഒരു സംഭവമായിരുന്നു കേട്ടോ. മറ്റേത് എയർ ഫ്രയർ. ആ പേരില്ലാത്തതാ. അപ്പം അക്കു ധൈര്യമായിട്ട് പൊട്ടിച്ചോ? ആ
ഇതൊക്കെ അച്ഛൻ കൊണ്ടുപോയി ഇപ്പൊ വിൽക്കും. അതുണ്ടാവും അച്ഛൻ വയമ്പാളി കൊണ്ടുപോയി തൂക്കി വെക്കും കുക്കർ. പിന്നെ സംഭവം എന്ന് വെച്ചാല് ഇതൊക്കെ 3 സെറ്റിന്റെ 3, 6, 7 അതെന്ത് സംഭവം? അമ്മ പേരുണ്ട് മോളെ, അമ്മ പേരുണ്ട്. ആരാ? സോണി ചേട്ടൻ. കാസറോളാണ് കേട്ടോ അത്. അതെ അല്ലേ? ഫോട്ടോ. ഫ്രൈ പാന് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പേരെഴുതിണ്ടാവും. ഇല്ല, പേരില്ല കേട്ടാ. ഇതിൽ അക്കൂന് സ്കൂളിലേക്ക് പാത്രത്തിൽ ചോറാക്കിയിട്ട് കൊടുത്തേക്കാട്ടാ. ഉരുളി ഏത് വീട്ടിക്ക്? ഇതാണ് വീട്, അക്കുവിന്റെ വീട് ഇത്. ഓക്കെ അക്കു എന്തുട്ടാ പറഞ്ഞ പോലെ ഫാൻ പോയി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പെട്ടി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ വിപ്പിയൊക്കെ ഉണ്ടായിരുന്നു, വിപ്പി ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടി ഇന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ ഒന്ന് പിരിഞ്ഞത് കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ ആരും മറക്കരുത് കേട്ടോ. ഞാൻ എന്നും പറയുന്നതിനെക്കാട്ടും വിപരീതമായിട്ടാണല്ലേ, വിപരീതമായിട്ടെന്നല്ല ഒരു വ്യത്യസ്തമായിട്ടാണല്ലേ ഇന്നിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സംഭവം വേറെ ഒന്നല്ല, നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് റിസൾട്ട് കിട്ടാണ്ട് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വല്ലാണ്ട് ഇങ്ങനെ പമ്മി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വീഡിയോസ് കാണുന്നവരുണ്ട്, പക്ഷേ വീഡിയോസ് കാണുന്നവരിൽ പകുതി 3/4 പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നത്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് സങ്കടം. നിങ്ങൾ വീഡിയോസ് കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യണില്ല. പറ്റുന്ന ചിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.